നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ചുറ്റും ജീവിക്കുന്ന, വേദനിക്കുന്ന, നിരാലംബരും രോഗികളുമായ സഹോദരങ്ങളിലേക്ക് നന്മയുടെ കരം നീട്ടുവാൻ ശമരയാൻ ഞങ്ങൾ ഒരുക്കുകയാണ്. പങ്കുവയ്ക്കുന്ന ക്രൈസ്തവ സ്നേഹത്തിൻ്റെ ഈ മഹനീയ സാക്ഷ്യാനുഭവത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഇത് തൃശൂർ ജില്ലയിൽ പരിയാരം പഞ്ചായത്ത് 2-ാം വാർഡിൽ കാരാപ്പിള്ളി വീട്ടിൽ വേലായുധൻ. ഇദ്ദേഹം ഒരു വൃക്കരോഗിയാണ്. ആഴ്ചയിൽ 2 പ്രാവശ്യം ഡയാലിസിസ് നടത്തിയാണ് ജീവൻ നിലനിർത്തുന്നത്. മാസം 30,000 രൂപയോളം ഇതിനായി വേണം. ഇത് കണ്ടെത്തുവാൻ ബുദ്ധിമുട്ടുന്ന ഒരു സാധാരണ കുടുംബമാണ് ഇദ്ദേഹത്തിൻ്റേത്. നമസ്കാരം, എൻ്റെ പേര് സിനി ലോനപ്പൻ. ഞാൻ തൃശ്ശൂർ ജില്ലയിലെ പരിയാരം പഞ്ചായത്തിൽ 2-ാം വാർഡ് മെമ്പറാണ്. എൻ്റെ വാർഡിലെ ഒരു കാരാപ്പള്ളി വേലായുധൻ ചേട്ടനെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. വളരെ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ് വേലായുധൻ ചേട്ടൻ്റെന്ന്. ഓട്ടോ ഓടിച്ച് കുടുംബം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. ഭാര്യയും രാധ ചേച്ചി, 2 ആമക്കളാണ് അദ്ദേഹത്തിനുള്ളത്. വളരെ പരിമിതമായ ജീവിത സാഹചര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു കുടുംബമാണ് അദ്ദേഹത്തിൻ്റേത്. എൻ്റെ പഞ്ചായത്തിൽ ഏതൊരു വ്യക്തികളുടെ ആവശ്യങ്ങൾ വന്നാലും വേലായുധൻ ചേട്ടനും രാധ ചേച്ചിയും ഓടിയെത്തുന്ന ഒരു പ്രകൃതമാണ്. ഏത് ആവശ്യങ്ങളിലും അവർ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാറുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വേലായുധൻ ചേട്ടൻ 2 വർഷത്തോളമായിട്ട് കിഡ്നി സംബന്ധമായ അസുഖങ്ങൾക്ക് ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴത്തെ സ്ഥിതി വളരെ സാമ്പത്തികമായി വളരെ പിന്നോക്കമാണ്. ചികിത്സ തുടർന്നു കൊണ്ടുപോകുവാനായിട്ട് സാമ്പത്തികം വളരെ അത്യാവശ്യമാണ്. നിങ്ങളുടെ ഏവരുടെയും സഹായം അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. ഈ കുടുംബത്തെ നിങ്ങൾ സഹായിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ചികിത്സാ ചെലവ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. നിങ്ങളുടെ സഹായം ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. ഈ അവസരത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന സഹായം കൂടി ഞാൻ നിങ്ങളോട് യാചിക്കുകയാണ്. ഈ കുടുംബത്തെ നിങ്ങളെല്ലാവരും കൈപിടിച്ച് സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. വേലായുധൻ ഒരു ഡ്രൈവറായിരുന്നു. കാറും ഓട്ടോറിക്ഷയുമൊക്കെയായിരുന്നു ഓടിച്ചിരുന്നത്. 25 വർഷത്തോളം ജോലി ചെയ്തു. ഇപ്പോൾ 2 വർഷത്തോളമായി വൃക്ക രോഗത്തിനുള്ള ചികിത്സയും തുടർന്ന് ഡയാലിസിസുമായി കഴിയുന്നു. പ്രഷറിൻ്റെ അസുഖമുണ്ടായിരുന്നു. ചെറിയ തോതിൽ മൂത്രതടസ്സവും. അതിനുള്ള മരുന്ന് കഴിച്ചെങ്കിലും ശരിയായ രീതിയിൽ അത് തുടർന്നു പോകുവാൻ സാധിച്ചില്ല. അവസാനം അത് വൃക്കരോഗമായി മാറുകയാണുണ്ടായത്. നമസ്കാരം, എൻ്റെ പേര് രാധ വേലായുധൻ. എൻ്റെ ഭർത്താവിൻ്റെ പേര് വേലായുധൻ. എനിക്ക് 2 മക്കൾ. ചാലക്കുടി പരിയാരത്ത് 2-ാം വാർഡിലാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 42 കൊല്ലം ആവണു. അന്നൊക്കെ ഞങ്ങൾക്ക് നല്ല നിലയിലൊക്കെ ഞങ്ങൾ ജീവിച്ചു പോകുന്ന ഇതായിരുന്നു. ഇടക്കാലം കൊണ്ട് ഞങ്ങൾക്കത് ആകെ തകർന്നു. പിന്നെ മക്കളാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് ഫാമിലിയായിട്ട് ജീവിക്കുന്നു. അവർ ചെറിയൊരു വണ്ടിയിലെ ഡ്രൈവറൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകണു. വലിയ സാമ്പത്തികം ഇല്ലാത്ത ഒരു ഇതിലാണ്. ഒരു 10-15-20 കൊല്ലത്തോളമായി ആൾ കാറായിട്ടും ഓട്ടോറിക്ഷയായിട്ടും ഓടിച്ച് ഉപജീവന മാർഗം നയിച്ചുകൊണ്ടിരുന്ന ആളാണ്. ആൾക്ക് പണ്ട് കാലത്ത് ഒരു ചെറിയ മൂത്രത്തിൽ ചെറിയൊരു പ്രശ്നം വന്നിരുന്നെങ്കിൽ അതൊക്കെ മാറിപ്പോന്ന് നല്ല ഊർജ്ജലമായിട്ട് വന്നിരുന്ന ആളായിരുന്നു. താൽക്കാലികമായിട്ട് അത് കഴിഞ്ഞ് കുഴപ്പമില്ലാണ്ട് പോയി വണ്ടിയൊക്കെ ഓടിച്ച് കഴിയുമ്പോൾ പ്രഷർ ഉണ്ടായിരുന്നു. ഒരു 10-20 കൊല്ലമായിട്ട് പ്രഷറിൻ്റെ ഗുളിക കഴിച്ചിരുന്നു. അത് ഞങ്ങൾക്ക് എത്രത്തോളം അതിനെക്കുറിച്ച് പ്രഷറിനെ കുറിച്ച് അറിയെങ്കിലും ഇത്രയും കാര്യമായിട്ട് വിപുലീകരിച്ച് അറിയാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് കാരണം കൊണ്ട് അങ്ങനെ വന്നാണ് ആൾക്ക് കിഡ്നി സംബന്ധമായിട്ട് അസുഖം
വന്നത്. അസുഖം വന്ന് ഞങ്ങൾ അറിഞ്ഞപ്പോൾ തന്നെ സ്റ്റേജ് കഴിഞ്ഞു. ഞങ്ങൾ തുടക്കം ഞങ്ങൾക്ക് അറിഞ്ഞില്ല. അങ്ങനെ ക്ഷീണം വരുമ്പോൾ ആളിങ്ങനെ എന്തെങ്കിലും കഴിക്കെങ്കിലും ആ ക്ഷീണം മാറും. അങ്ങനെ മുന്നോട്ട് ഓട്ടോറിക്ഷ ഓടിച്ച് പോയി കുറച്ചാൾ കഴിഞ്ഞ് ഒരു 2-2.5 കൊല്ലമായി ആൾക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വന്ന് വായിക്ക് രുചിയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഡോക്ടറെ കണ്ടിരുന്നത്. ഡോക്ടറെ കണ്ട് ഡോക്ടർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തേക്കിപ്പോൾ ചെറിയൊരു ഇതുണ്ടെന്നാണ് പറഞ്ഞിരുന്നുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ ചാലക്കുടി താലൂക്ക് ആസ്പത്രിയിൽ ചെന്ന് ഡോക്ടറെ കണ്ടു. അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു മെഡിക്കൽ കോളേജിൽ പൊക്കോളാൻ പറഞ്ഞു. മെഡിക്കൽ കോളേജിൽ ചെന്നപ്പോഴാണ് പറയണേ കിഡ്നിയുടെ ഇത്രയും സ്റ്റേജ് കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ. അതിനെ കുറേ നാൾ ഒരു 1.5 കൊല്ലത്തോളം ഞങ്ങൾ ക്രിയാറ്റിൻ കുറയാൻ വേണ്ടി മരുന്ന് കഴിച്ച് കുറഞ്ഞു വന്നതായിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തോ നിർഭാഗ്യവശാൽ ക്രിയാറ്റിൻ പിന്നെയും പെട്ടെന്ന് കൂടി 12 വരെ എത്തി. 12 അത്രയും ഉപ്പാട് തന്നെ ആൾക്ക് ചെറിയൊരു തലകറക്കവും 2 പ്രാവശ്യം ബോധക്കേട് വരലൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഈ ക്രിയാറ്റിൻ 12 ആയി കഴിഞ്ഞപ്പോൾ ഒരു ദിവസം ഭയങ്കരമായിട്ട് ഫിക്സൊക്കെ വന്ന് ആളാകെ ടയേർഡായി. അങ്ങനെ ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുചെന്ന് അവിടെ നിന്ന് റെഫർ ചെയ്ത് വേറെ ആസ്പത്രി കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മക്കൾ അപ്പൻ്റെ പോലെ ഡ്രൈവിംഗ് ആണ് തൊഴിലായി ചെയ്യുന്നതെങ്കിലും ഒരു സ്ഥിര വരുമാനം എന്ന രീതിയിലേക്ക് എത്തിയിട്ടില്ലാത്തതിനാൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടിലാണിവർ. ഗുഡ്നസ് ടിവിയെ ഇവർ സമീപിച്ചത് ഈയൊരു അവസ്ഥയിലായിരുന്നു. ശമരിയൻ പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടറിഞ്ഞ് ഏറെ പ്രതീക്ഷയോടെയാണ് ഇവർ നമ്മെ സമീപിച്ചിരിക്കുന്നത്. ശമരിയൻ പ്രോഗ്രാമിൻ്റെ നല്ലവരായ പ്രേക്ഷകരിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് ഇവർ പ്രാർത്ഥനാപൂർവം കാത്തിരിക്കുകയാണ്. ഡയാലിസിസ് ഇപ്പോൾ ആഴ്ചയിൽ 2 എണ്ണം ഡയാലിസിസ് ചെയ്യണം. ഡയാലിസിന് തന്നെ നല്ലൊരു കാശ് ആഴ്ചയിൽ 10,000-3000 ഡയാലിസിന് തന്നെ ആഴ്ചയിൽ വരുന്നുണ്ട്. അതുകൂടാണ്ട് അതിൻ്റെ ഇഞ്ചക്ഷനായിട്ടും മരുന്നുകളായിട്ടും ഭയങ്കര കാശാണ്. ഒരു ഗുളികയ്ക്ക് തന്നെ 5 രൂപ 5 രൂപ 5 പൈസയൊക്കെ വരുന്നുണ്ട്. 10 ഗുളിക മേടിക്കുമ്പോൾ 525 രൂപയൊക്കെയാണ് 10 ഗുളികയ്ക്ക്. അങ്ങനെ ഒരു 8 സൈസ് ഗുളികൾ ഉണ്ട്. ആ ഗുളികൾ മേടിക്കാനും കാശ് വേണം. അപ്പോൾ എങ്ങനെയായാലും ഒരു മാസത്തിൽ ഞങ്ങൾക്ക് നല്ലൊരു കാശ് ചിലവ് വരുന്നുണ്ട്. പിള്ളേരുടെ വരുമാനം കൊണ്ട് അങ്ങോട്ട് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ട് ആൾക്കാണെങ്കിൽ വണ്ടിക്ക് ഓട്ടം പോകാനോ ഒന്നിനോ പറ്റാത്തൊരു സന്ദർഭത്തിലാണ്. പിന്നെ ഞങ്ങൾക്ക് ആകെ ഉള്ള ഇത് ഇപ്പോൾ ആളുടെ ഇതുകൊണ്ട് ആ വരുമാനം കൊണ്ടായിരുന്നു നല്ലോണം ജീവിച്ച് പോയായിരുന്നേ. അപ്പോൾ ആ വരുമാനമൊക്കെ നിന്നു. അപ്പം അത് കാരണം കൊണ്ട് ഞങ്ങളെ ഒന്ന് സഹായിക്കണം. വിഷമിക്കുന്നവരുടെ സമാശ്വാസവും പ്രത്യാശയുമായ ദൈവസ്നേഹത്തിൻ്റെ പ്രതീകമായ ഗുഡ്നസ് ടിവിയുടെ സുമനസ്സുകളായ പ്രേക്ഷകരുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നും ഇത്തരം നിരാലംബരായവരുടെ ആശ്വാസമായി മാറാറുണ്ട്. ശമരിയൻ പ്രോഗ്രാമിൻ്റെ സവിശേഷതയും ഈ ഒരു സ്നേഹപ്രവർത്തനത്തിന് ഒരു നിമിത്തമായി മാറുവാൻ കഴിയുന്നു എന്നത് തന്നെയാണ്. ആ അനുഗ്രഹത്തെയാണ് പരമകാരുണികനായ ദൈവത്തിന് ഞങ്ങൾ സമർപ്പിക്കുന്നത്. പിന്നെ ഞാൻ ഒരു 10-20 കൊല്ലത്തോളം സന്നദ്ധ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാവശ്യത്തിനും ഞങ്ങൾ 2 എണ്ണം ഓടിച്ചെല്ലും. എവിടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മുന്നിൽ ഞങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ എൻ്റെ ആരോഗ്യസ്ഥിതി എനിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് പറഞ്ഞത്. ഞാൻ പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാൽ പോരാ, ഏത് വയസ്സായ അമ്മമാർക്കായാലും അച്ഛന്മാർക്കായാലും കുട്ടികൾക്കായാലും എന്താവശ്യമുണ്ടെങ്കിലും ഏത് രാത്രിയായാലും കൊള്ളാം പകലായാലും കൊള്ളാം
ഞങ്ങൾ ആ നിമിഷം അവിടെ ഉണ്ട്. ഞങ്ങളാരും പിള്ളേർ പോലും ഞങ്ങൾ തടയാറില്ല. എന്തിനും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതാണ്. ഞാൻ പൊതുപ്രവർത്തനത്തിൽ 25 കൊല്ലമായിട്ട് ഒരു ചാലക്കുടി അവാർഡ് ഭവനിലെ കീഴിൽ സംഘടനകളുണ്ടായിരുന്നു. അതിലൊക്കെ പ്രവർത്തിച്ച് ഗണങ്ങളായാലും കൂട്ടായ്മയായാലും കുട്ടികളായാലും നല്ല രീതിയിൽ അവരെ സഹായിക്കാനായിട്ട് മുന്നോട്ട് നയിച്ച ആളായിരുന്നു ഞാൻ. ഇദ്ദേഹത്തിൻ്റെ ഭാര്യ രാധ വേലായുധൻ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ചിരുന്ന ആളാണ്. ഭാര്യയോടൊപ്പം ഈ പ്രവർത്തനങ്ങളിൽ സജീവ പങ്കാളിത്തമുണ്ടായിരുന്ന വ്യക്തി കൂടിയായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹം ഈ രോഗാവസ്ഥയിലായതോടുകൂടി അവരുടെ പ്രവർത്തനവും ഏതാണ്ട് ഇല്ലാതായ മട്ടാണ്. ആശുപത്രിയും വീടുമായുള്ള ജീവിതചര്യയിൽ എങ്ങനെയാണ് പൊതുപ്രവർത്തനത്തിനായി ഇറങ്ങുക? അങ്ങനെ നല്ല രീതിയിൽ പൊതുപ്രവർത്തനം ചെയ്തുകൊണ്ട് 25 കൊല്ലത്തോളം പൊതുപ്രവർത്തനം ചെയ്താണ്. ഇപ്പം എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ഹോസ്പിറ്റലിൽ ആഴ്ചയിൽ 2 ദിവസം കൊണ്ടുപോകാനും പിന്നെ ഇടയ്ക്ക് ടെസ്റ്റിന് കൊണ്ടുപോകാനും ഉള്ള സമയമുള്ളതുകൊണ്ട് ഇപ്പോൾ പൊതുപ്രവർത്തനം പോലും എനിക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ ആരോഗ്യസ്ഥിതി മോശമായി കൊണ്ടിരിക്കണേ. എനിക്ക് വയ്യ തീരെ. അപ്പോൾ എനിക്ക് ഇനിയും പ്രവർത്തിക്കുന്ന ആഗ്രഹമുണ്ട്. ആളുടെ ഒരു ബുദ്ധിമുട്ട് ഓർത്തിട്ടാണ്, ആളുടെ കാര്യങ്ങൾ ഓർത്തിട്ടാണ് ഇറങ്ങാൻ പറ്റാത്തതും ഉള്ളത്. അതുകൊണ്ട് എനിക്കിപ്പോൾ ആകെ ബുദ്ധിമുട്ടിലാണ്. സാമ്പത്തികമായിട്ടായാലും മാനസികമായിട്ടായാലും ഞാൻ ആകെ തകർന്നിരിക്കുകയാണ്. എനിക്ക് വേറെ ഒരു ആശ്രയം ഇല്ല. അപ്പോൾ ഞങ്ങളെ ആകെ സഹായിക്കുക, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇവരുടെ അഭ്യർത്ഥനകൾക്ക്, പ്രത്യാശകൾക്ക് ഒരു പ്രത്യുത്തരമാകുവാൻ നമുക്കിനിയും കഴിയട്ടെ. സഹജീവിയോടുള്ള കടപ്പാട് എന്നതിലുപരി കൂട്ടായ്മയുടെ ശക്തിയും ആവേശവുമായി മാറുവാൻ നമ്മുടെ ഇത്തരം പ്രവൃത്തികളിലൂടെ നമുക്ക് കഴിയട്ടെ. സ്നേഹാതുരമായ നല്ല പ്രഭാതങ്ങൾ എന്നും പുലരട്ടെ. നന്മയുടെ വെളിച്ചം എങ്ങും പരക്കട്ടെ. സസ്നേഹം, ശമരിയൻ. വിശദ വിവരങ്ങൾക്ക് ശമരിയൻ ഡിവൈൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ഫാദർ ഫിലിപ്പ് നെടുന്തുരുത്തിൽ VC, കെയർ ഓഫ് ഡിവൈൻ വിഷൻ, ഡിവൈൻ മീഡിയ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി, തൃശൂർ, കേരള. പിൻ 680309. ഫോൺ 048027000893. മൊബൈൽ 9446143727. ഇമെയിൽ samarian.divinevision@gmail.com. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് TVയിലെ സമറിയാൻ എന്ന പ്രോഗ്രാമിലൂടെ ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തിയ ബാബു TC എന്ന സഹോദരന് വേണ്ടി സമാഹരിച്ച ചികിത്സാ സഹായ നിധി കൈമാറുന്നതിന് വേണ്ടിയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത്. എൻ്റെ ഇടതുവശത്ത് നിൽക്കുന്നത് ബാബു TC തന്നെയാണ്. അദ്ദേഹം ഏകദേശം 8 വർഷമായിട്ട് കിഡ്നി സംബന്ധമായ രോഗത്തിന് ചികിത്സയിലായിരുന്നു. 3 വർഷമായിട്ട് കിഡ്നിക്ക് രോഗം മൂലം ഡയാലിസിസ് ചെയ്താണ് ജീവിക്കുന്നത്. ചാലക്കുടിയിലാണ് അദ്ദേഹത്തിൻ്റെ ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം വെള്ളാഞ്ചിറ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഏകദേശം 8 വർഷം മുമ്പ് കുഴഞ്ഞു വീണ് മരിച്ചുപോയി. 2 മക്കളാണ് അദ്ദേഹത്തിനുള്ളത്. ഒരു മകളുള്ള കെട്ടിച്ചു വിട്ടു. വേറെ ഒരു മകനുണ്ട്. ആ മകൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഒരു കോഴി വണ്ടിയിൽ സഹായിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതായിരുന്നു അവരുടെ ഏക വരുമാന മാർഗം. ഇപ്പോഴതിന് സാധിക്കുന്നില്ല. അതുകൊണ്ട് നല്ല ആളുകളുടെ സഹകരണവും സഹായവും കൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ചികിത്സ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരത്തിലാണ് ഗുഡ്നസ് TV അദ്ദേഹത്തെക്കുറിച്ച് അറിയുവാനും അദ്ദേഹത്തിൻ്റെ അവസ്ഥ ഗുഡ്നസ് TVയുടെ നല്ലവരായ പ്രേക്ഷകരെ അറിയിക്കുന്നതിനും ഇടയായത്. അപ്പോൾ
ഗുഡ്നസ് ടിവിയുടെ നല്ലവരായ പ്രേക്ഷകർ വളരെ ഉദാരമായിട്ട് സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വന്നു. അതിൻ്റെ ഫലമായിട്ട് 1,50,000 രൂപ സമാഹരിക്കുവാനും കൊടുക്കുവാനും സാധിക്കുന്നു. ഈ അവസരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഈ ബാബു എന്ന സഹോദരന് ആ തുകയുടെ ചെക്ക് ഞാനിപ്പോൾ കൈമാറുകയാണ്. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഗുഡ്നസ് ടിവിയുടെ പേരിൽ നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഓർക്കുവാനായിട്ട് ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഈ ബാബുവിൻ്റെ രോഗാവസ്ഥ നിങ്ങളെ അറിയിച്ചപ്പോൾ നിങ്ങൾ അത് നിങ്ങളുടെ ഒരു ആവശ്യമായിട്ട് കണ്ടറിഞ്ഞ് അദ്ദേഹത്തെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വന്നു. അതുകൊണ്ടാണ് ഇത്രയും വലിയ ഒരു തുക സമാഹരിക്കുന്നതിനും ഈ ബാബുവിന് ഇപ്പോൾ കൈമാറുന്നതിനും ഞങ്ങൾക്ക് സാധിക്കുന്നത്. നിങ്ങളെല്ലാവരെയും നന്ദിയോടെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നു. ഗുഡ്നസ് ടിവിയുടെ പേരിൽ എല്ലാവർക്കും നന്ദി പറയുകയും ചെയ്യുകയാണ്. നിങ്ങളൊക്കെ സാധാരണക്കാരും അല്ലെങ്കിൽ അതിലും താഴെയുള്ള മനുഷ്യരാണെന്നുള്ള വിവരം എനിക്കറിയാം. പലരും ഫോൺ വിളിച്ച് ഈ പ്രോഗ്രാമിനെ കുറിച്ച് ചോദിക്കുകയും രോഗികളെക്കുറിച്ച് അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യം വളരെ വളരെ പാവപ്പെട്ട ആളുകളാണ് ഇതിനെ സഹായിക്കുന്നതിനായിട്ട് മുന്നോട്ട് വരുന്നത്. ചിലരൊക്കെ ചോദിക്കാറുണ്ട്, 100 രൂപ തന്നാൽ സ്വീകരിക്കുമോ അച്ഛ എന്നൊക്കെ. അപ്പോൾ അത്രയ്ക്കും പാവപ്പെട്ട ആളുകളൊക്കെയാണ് ഇതിനെ സഹായിക്കുന്നത് എന്ന ഒരു ഉറച്ച ബോധ്യം എനിക്ക് ഉണ്ട്. ഈ അവസരത്തിൽ നിങ്ങളുടെ നല്ല മനസ്സിനെ ഞാൻ ദൈവസമക്ഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവം നിങ്ങളെ സമൃദ്ധമായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് രോഗം ബാധിച്ചിരുന്നു എങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സഹായിക്കാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാകുമായിരുന്നില്ല. ദൈവം നിങ്ങൾക്ക് ആരോഗ്യവും ആയുസ്സുമൊക്കെ നൽകുന്നത് കൊണ്ടാണ് ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ വളരെ ഉത്സാഹത്തോടുകൂടി പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നത്. ഇനിയും ദൈവം നിങ്ങളെ ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ. സന്തോഷവും സമാധാനവും നിങ്ങളുടെ കുടുംബത്തിൽ ധാരാളമായിട്ട് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനിയും നമുക്ക് ഈ ബാബു എന്ന സഹോദരനോടുള്ള ഉത്തരവാദിത്വം തീരുന്നില്ല. അദ്ദേഹത്തെ നമുക്ക് ഇനിയും ഓർക്കാം, പ്രാർത്ഥനയിൽ സമർപ്പിച്ച് ദൈവസമക്ഷം പ്രാർത്ഥനയിൽ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ വഴിയായിട്ട് അദ്ദേഹത്തിന് രോഗസൗഖ്യം നൽകണമേ എന്ന് നമുക്ക് തുടർന്നും പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടി നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. എൻ്റെ ചികിത്സയ്ക്കായി എന്നെ സഹായിച്ച ഈ ഗുഡ്നസ് ടിവിയിലെ പ്രേക്ഷകർക്കും അതിൻ്റെ പ്രവർത്തകർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും വളരെയധികം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.